ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പെറ്റ് ഫോക്കസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ടോയ് പോമാണ്. ടോയ് പോമിൻ്റെ ഡോഗ് ഷോയിൽ ചെയ്യുന്ന ഗ്രൂമിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നെയിൽ കട്ടിംഗ് ആണ്. നെയിൽ കട്ടിങ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഞാനിപ്പോൾ ഈ ചെയ്യണ പോലെ ഈ പൗസിൻ്റെ നേരെ നെയിൽ കട്ടർ വെച്ചിട്ട് നെയിൽസ് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഉള്ളൊരു സംശയമുണ്ട്, നെയിൽ കട്ട് ചെയ്ത് ബ്ലഡ് വന്ന് എന്ത് ചെയ്യുന്നു. ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബ്ലഡ് ഇപ്പോൾ ചെറിയ തോതിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ടാൽക്കം പൗഡറില്ലേ, ആ ടാൽക്കം പൗഡർ വെച്ചിട്ട് ആ നെയിൽസിൻ്റെ ഭാഗത്ത് ഒരു 5 സെക്കൻഡ്സ് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. നിങ്ങൾ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒന്ന് നക്കി അങ്ങനെ ബ്ലഡ് നെയിൽസിൽ നക്കി കഴിഞ്ഞാൽ അതങ്ങനെ ചാവും, അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾ അടിക്കേണ്ട. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോസസ്സാണ് നെയിൽ കട്ടിങ്. പിന്നെ നിങ്ങൾ ഈ കാണുമ്പോൾ വിചാരിക്കും ഇവനെന്താ മൈക്ക് കെടുത്തി വെക്കണമെന്ന്. അപ്പോൾ ഇത് നമ്മൾ മൈക്ക് കെടുത്തി വെക്കണമെന്നല്ല, ഈ പോമിനെ ചെറുപ്പം തൊട്ട് ഇങ്ങനെയാണ് ഗ്രൂമിങ് ചെയ്യണേ. അത് നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ നിർത്തി വെക്കണേ. ആൾ ശരിക്കും ലൈവായിട്ട് തന്നെയാണ് ഇരിക്കണേ. പിന്നെ നമ്മൾ ഡ്രൈയിങ് ചെയ്യുമ്പോൾ നോർമൽ സലൂണിൽ കാണുന്ന പോലത്തെ ഡ്രയർ അല്ല, നമ്മുടെ നോർമൽ ഹെയർ ഡ്രൈ ചെയ്യണ ഡ്രയറാണ്. ആ ഡ്രയർ വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ് ബ്രഷിങ് ചെയ്യേണ്ടത് ടോയ് പോം ഒരു ഡബിൾ കോട്ടായിട്ടുള്ളൊരു ഡോഗ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഹെയറിൻ്റെ വോളിയം നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ ചെറിയ ഹെയർ ഡ്രൈ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊരു ചെറിയൊരു ടോയ് പോമാണ്. അപ്പോൾ ചെറിയ ഡോഗ് ആകുമ്പോൾ നമുക്ക് ഇവരെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് വേണ്ടിയാണ് ഈ ഒരു ചെറിയ ബ്ലോവർ വെച്ച് ബ്രഷ് ചെയ്ത് ചെയ്യണേ. ഇങ്ങനത്തെ ഡ്രയർ വെച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈം എടുക്കും വേറെ ഗ്രൂമിങ് തീരാനായിട്ട്. പിന്നെ നമ്മൾ നോർമൽ ഗ്രൂമിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ വലിയ ബ്ലോവറാണ്. ആ വലിയ ബ്ലോവറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇവർക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡബിൾ കോട്ടായിട്ടുള്ള ഈ ഒരു പോമായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കോട്ടിൻ്റെ ഷെഡിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് എപ്പോഴും ഈ രീതി ഇങ്ങനെ നിൽക്കണം, ബ്രഷ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. ഇവരിപ്പോൾ ഒരു ഡ്രൈ ആവാനായിട്ട് നമുക്ക് മാക്സിമം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സോളം എടുക്കും. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹെഡിൽ ഞാനിങ്ങനെ വെച്ച് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്രയും നാളത്തെ പ്രാക്ടീസാണ്. നമുക്ക് ഇത് ചുമ്മാ ഒരു ദിവസം കൊണ്ട് അങ്ങനെ വെക്കുമ്പോൾ ഇരിക്കണം എന്നില്ല. ഇത് നല്ല രീതിയിൽ ഹെഡിൽ ഞാൻ അങ്ങനെ വെച്ച് പ്രാക്ടീസ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഒരുവിധം ഈ പോമിൻ്റെ ഡ്രൈയിങ് ഒക്കെ ഒരുവിധം തീരാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോമിന് ബ്രഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഈ കാണുന്ന പോലെ ഇൻലൈൻ ബ്രഷിംഗ് ആണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇൻലൈൻ ബ്രഷിംഗ് ആകുമ്പോൾ നമുക്ക് മാറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ വരാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ പോമൂട്ടൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ ഹെയർ ഡ്രൈയിങ് ആണ് കഴിഞ്ഞ് നോക്കണം. ഇനി അവൻ്റെ ഹെയർ കട്ടും വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രൂമിങ്ങിന് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു പിൻ ബ്രഷ്, ഒരു ബട്ടർ കോം, ഒരു തിന്നർ സിസറ്, പിന്നെ ഒരു സ്ലിക്കർ ബ്രഷ്. അപ്പോൾ പോമിൻ്റെ നമ്മൾ ലെഗ്സ് കാര്യങ്ങൾ ഗ്രൂം ചെയ്യുമ്പോൾ ഈ പോമിൻ്റെ ലെഗ്സ് നമുക്ക് എപ്പോഴും ക്യാറ്റ് ഫീറ്റ് പോലെയാണ് നിൽക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചയുടെ കാല് പോലെ തന്നെ ഇവരുടെ ലെഗ് അങ്ങനെ നിർത്തണം. അതാണ് ഷോയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാനതിൻ്റെ ക്യാറ്റ് ഫീറ്റ് നമ്മൾ ഫസ്റ്റത്തെ ലെഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെഗ്, ബാക്കി എല്ലാ ലെഗുകളിലേക്കും നമുക്ക് ഇനി ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഞാൻ അതിനെ കട്ടിങ് ചെയ്യണേ. പോമിൻ്റെ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രൂമിംഗ് ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഇതിൻ്റെ ഷോ ഗ്രൂമിങ് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു കുട്ടിക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഇവൻ അധികം ഹൈപ്പർ ആക്റ്റീവ് അല്ല, കാരണം ഇവൻ ഈ ഗ്രൂമിംഗ് ഒക്കെ എല്ലാം അറിയണ കാരണം കൊണ്ട് സിമ്പിളായിട്ട് എനിക്കിവിടെ ഇങ്ങനെ നിന്ന് വന്നോളും. വേറെ വല്ലവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കാണുന്ന പോലെ എല്ലാം അംഗം വിട്ട് പോമിൻ്റെ. അപ്പോൾ ബാക്ക് ലെഗും കൂടിയുണ്ട് ഗ്രൂമിങ്. അതിൻ്റെ ക്യാറ്റ് ഫീറ്റ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോമിനെ ഗ്രൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, അധികം ഹെയർ കളയാൻ പറ്റില്ല. ഇതിൻ്റെ ഔട്ടർ കുറച്ച് ഹെയർ ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് പോകേണ്ട ആവശ്യമാണ് വരുന്നത്.
അതിനി ഇതാ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ നന്നായിട്ടൊന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം നമ്മളിതിൻ്റെ ഔട്ടർ ഒരു ഹെയർ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ ഹെയറിനെ ഈ സെയിം സ്ട്രക്ചറിൽ തന്നെ നമ്മളതിനെ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് പോയാൽ മതി. അപ്പോൾ അത് ഇതാ അതിൻ്റെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. പോമിനെ പിന്നെ എപ്പോഴും ഗ്രൂം ചെയ്യുമ്പോൾ നമുക്ക് പോമിൻ്റെ ഈ 2 സൈഡ് മാത്രം ഹെയർ കളയേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ടോപ്പ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുതുകിലുള്ള ഭാഗത്ത് നമുക്ക് ഹെയർ കളയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഹെഡിൻ്റെ ഭാഗത്ത് നമുക്ക് കളയാം. പക്ഷേ നമുക്കതിൻ്റെ ടോപ്പ് അതിൻ്റെ ഒരു മുതുകിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈ കാണുന്ന പോലെ ഈ സൈഡിലുള്ള ഹെയർ എക്സ്ട്രാസ് ഉള്ള ഹെയർ മാത്രമാണ് ഞാനിവിടെ കൂടുതലും കട്ട് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറായിട്ട് ബോഡിക്ക് പോയിട്ടും ഇല്ല, എന്നാൽ ഒരു ഇത്തിരി ചെറുതായിട്ടൊരു എന്താ പറയുക പുറത്തേക്ക് തള്ളി നിന്നിട്ടുള്ള ഹെയർസ് മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് നോക്കുന്നത്. നമ്മൾ ക്ലോസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഷോയ്ക്ക് ഇറക്കാൻ പറ്റില്ല ആ പോമിനെ. കാരണം ഇതിൻ്റേതായിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കാണുന്ന പോലെ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ബാക്കിൽ ഹെയർ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ പല വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് റൗണ്ട് ചെയ്തൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ പോമിൻ്റെ കാര്യത്തിൽ ഷോ ഗ്രൂമിങ്ങിൽ നമുക്ക് ഈ കാണുന്ന പോലെ ഇത്ര ഹെയർ എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ അത്ര ഹെയർ മാത്രമേ നമുക്ക് കളയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഒരു ബട്ടർ കോമ്പ് എപ്പോഴും എടുത്തിട്ട് ഇങ്ങനെ അപ്വേർഡ്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എക്സ്ട്രാസ് ഉള്ള ഹെയർസ് ഇങ്ങനെ കാണാം. അപ്പം അതിൻ്റെ ബാക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരുവിധം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ബട്ടർ കോമ്പ് ഇട്ട് എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാസ് ഇങ്ങനെ വരും. അപ്പോൾ മെയിനായിട്ട് നമുക്കൊരു ഗ്രൂമിങ് ഹെയർ കട്ടിങ് പോമിൻ്റെ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ബട്ടർ കോമ്പും ഒരു സിസറാണ് എപ്പോഴും വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏതൊരു ഡോഗായാലും ഒരു ലോങ് കോട്ടുള്ള ഡോഗിനെ നമ്മൾ ഗ്രൂം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബട്ടർ കോമ്പും ഒരു സിസേഴ്സാണ് കൂടുതലും വേണ്ടത്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോമിൻ്റെ ടെയിലുണ്ടല്ലോ, ടെയിൽ ഭാഗം നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് കളയാറില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പോമിൻ്റെ ടെയിലും അതിൻ്റെ ഹെഡും സ്റ്റാക്ക് ചെയ്ത് നിൽക്കുമ്പോൾ കറക്റ്റ് മുട്ടി നിൽക്കണം. എന്നുവെച്ചാൽ അത് ക്ലോസറായി നിൽക്കണം ഒന്നും കൂടി. അപ്പോൾ ഈ പോമിൻ്റെ ടെയിലിൻ്റെ അവിടെയുള്ള ഹെയർ എന്ന് പറഞ്ഞാൽ അത് ജനിച്ച അന്ന് തൊട്ട് ഈ ഒരു 2 വയസ്സ് വരെ ആയിട്ടും അതിനെ ടെയിലിൻ്റെ ഭാഗത്ത് ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിൻ ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാ വോളിയം കാണാനായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോമിൻ്റെ ടെയിലും അതിൻ്റെ ഹെഡും സ്റ്റാക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഒരുമിച്ച് വരും. അപ്പോൾ നമ്മുടെ ടോയ് പോമിൻ്റെ ഗ്രൂമിങ് ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രൂമിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു ഓൾ.